നമ്മൾ നെക്സ്റ്റ് പറയുന്നത് -∞ ടു ഇൻഫിനിറ്റി f(x) dx വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ ഈ കേസിൽ ചെയ്യേണ്ടത് ഇത് ഒരു റെസിഡ്യൂവിൻ്റെ ആപ്ലിക്കേഷനായിട്ട് വരും. കാരണം റെസിഡ്യൂ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഇത് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, f(x) എന്നുള്ള ഫംഗ്ഷനെ സെഡിലെ ഫംഗ്ഷനാക്കി മാറ്റുക. സോ f(z) ആക്കിയിട്ട് മാറ്റുക. സോ എക്സിലുള്ള ഫംഗ്ഷനെ സെഡിലുള്ള ഫംഗ്ഷനാക്കിയിട്ട് മാറ്റുക. എന്നിട്ട് അതിലെ സിംഗുലാരിറ്റീസ് കാണും. ഓക്കെ, അതേപോലെ നമ്മുടെ റീജിയൻ ആയിട്ട് എന്ത് ചെയ്യുക, അപ്പർ ഹാഫ് പ്ലെയിൻ നമ്മുടെ റീജിയൻ ആക്കി എടുക്കുക. സോ നമ്മുടെ കയ്യിലുള്ള റീജിയൻ സി എന്ന് പറയുന്നത് അപ്പർ ഹാഫ് പ്ലെയിൻ ആണ്. അതേപോലെ ഫംഗ്ഷൻ f(z) എന്നിട്ട് സിംഗുലാരിറ്റീസ് കാണും. ഈ സിംഗുലാരിറ്റീസ് അപ്പർ ഹാഫ് പ്ലെയിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ 2πi കൊണ്ട് റെസിഡ്യൂകളെ ആഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. അതല്ല, ഇനി നമ്മുടെ സിംഗുലാരിറ്റി ഓൺ ദി റിയൽ ആക്സിസ്, അതോ റിയൽ ആക്സിസിൽ വരുന്ന സിംഗുലാരിറ്റീസ് ആണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ വേണമെങ്കിൽ 1, 2, 3 അല്ലെങ്കിൽ -1/2 ഇതൊക്കെ റിയൽ ആക്സിൽ വരുന്ന സിംഗുലാരിറ്റീസാണ്. സോ അങ്ങനെ വരികയാണെങ്കിൽ അവരെ റെസിഡ്യൂ കണ്ടിട്ട് πi കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അപ്പർ ഹാഫ് പ്ലെയിൻ വന്നാൽ 2πi കൊണ്ട്, അതേപോലെ ഓൺ ദി റിയൽ ആക്സിസ് ആണെങ്കിൽ πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഇവാലുവേറ്റ് -∞ ടു ഇൻഫിനിറ്റി -∞ to infinity x² by x² plus 1 whole square dx. ഓക്കെ, സോ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? സോ ഇവിടെ ഫംഗ്ഷൻ f(x)ലാണല്ലേ. സോ ഹിയർ f(x) എന്നുള്ള ഫംഗ്ഷൻ ഏതാണ്? x² ഡിവൈഡഡ് ബൈ x² plus 1 whole square. ഇതാണ് f(x). സോ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ f(z) ആക്കി മാറ്റാം. സോ ഹിയർ f(z) ഈക്വൽ ടു എന്ത് വരും? z² ഡിവൈഡഡ് ബൈ z² പ്ലസ് 1 ഹോൾ സ്ക്വയർ. അതേപോലെ നമ്മുടെ സർക്കിൾ ഏത് വരും? സർക്കിൾ റീജിയൻ ഏത് വരും? അപ്പർ ഹാഫ് പ്ലെയിൻ. സോ അപ്പർ ഹാഫ് പ്ലെയിൻ, ഇതിൻ്റെ ഈ പ്ലെയിനിൻ്റെ മുകൾ ഭാഗം, നമ്മുടെ പ്ലെയിനിൻ്റെ മുകൾ ഭാഗം. സോ നമ്മൾ ഈ f(z)ൻ്റെ സിംഗുലാരിറ്റീസ് കാണുകയാണ്. അപ്പോൾ f(z) എന്ന് പറഞ്ഞാൽ z² ഡിവൈഡഡ് ബൈ z² പ്ലസ് 1 ഹോൾ സ്ക്വയറിൻ്റെ സിംഗുലാരിറ്റീസ് കാണാം. സോ സിംഗുലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ z² പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. സോ എന്ന് പറഞ്ഞാൽ z² പ്ലസ് 1 ഈക്വൽ ടു 0. സോ എന്ന് പറഞ്ഞാൽ എന്ത് വരും? z² ഈക്വൽ ടു -1. സോ z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് i എന്ന് വരും. സോ സിംഗുലാരിറ്റീസ് എന്ന് പറയുന്നത് z ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് i. സോ ഇനി നോക്കേണ്ടത് എന്താണ്? ഈ സിംഗുലാരിറ്റീസ് നമ്മുടെ സി എന്ന് പറഞ്ഞാൽ അപ്പർ ഹാഫ് പ്ലെയിൻ, ഇതിൽ ആരൊക്കെയാണ് ഉള്ളിൽ, ആരൊക്കെയാണ് പുറത്ത് നോക്കി നോക്കണം. സോ നോക്കി നോക്കൂ, ഈ പ്ലസ് ഓർ മൈനസ് i എന്ന് പറഞ്ഞാൽ ഏതാ വരിക? ഇതാണ് 1, അതോ ഇതാണ് i, ഇതിന് താഴെ -i എന്ന് വരും ഫിഗറിൽ. സോ i ആണ് ഇൻസൈഡിലുള്ളത്, -i എന്താണ്? ഔട്ട്സൈഡിലാണ്, കാരണം താഴെയാണത്. സോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും z ഈക്വൽ ടു i എന്നുള്ളത് ഇൻസൈഡാണ്, അതുപോലെ z ഈക്വൽ ടു -i ഔട്ട്സൈഡാണ്. അതേപോലെ ഇതിൽ റിയൽ ആക്സിസിൽ സിംഗുലാരിറ്റീസ് ഒന്നുമില്ല. സോ ഇതിൽ റിയൽ ആക്സിസിൽ എന്തില്ല? സിംഗുലാരിറ്റീസിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റിയൽ ആക്സിസിൽ സിംഗുലാരിറ്റീസ് ഉണ്ടെങ്കിൽ അതിനെ πi കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളത്. സോ ഇവിടെ റിയൽ ആക്സിസിൽ സിംഗുലാരിറ്റീസ് ഒന്നുമില്ല. സോ നമ്മുടെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ ഓവർ c z² ബൈ z² പ്ലസ് 1 ഹോൾ സ്ക്വയർ dz ഈക്വൽ ടു എന്ത് വരും? 2πi ഇൻറ്റു റെസിഡ്യൂ ഓഫ് f(z) അറ്റ് z ഈക്വൽ ടു -i. സോ ഇനി നമുക്ക് എന്ത് ചെയ്യണം? z ഈക്വൽ ടു iയിലെ റെസിഡ്യൂ കാണണം. സോ റെസിഡ്യൂ കാണണമെങ്കിൽ ഈ z ഈക്വൽ ടു i എന്നുള്ളത് സിമ്പിൾ പോളാണോ, അതല്ല പോൾ ഓഫ് ഓർഡർ m ആണോ എന്നുള്ളത് നോക്കണം. സോ നമ്മളത് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ f(z)നെ എന്ത് എഴുതാം? z² ബൈ z² പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഈ z² പ്ലസ് 1 എങ്ങനെ എഴുതാം? z പ്ലസ് i ഇൻറ്റു z മൈനസ് i എന്ന് എഴുതാം. z² പ്ലസ് 1നെ z പ്ലസ് i ഇൻറ്റു z മൈനസ് i എന്ന് എഴുതാം. സോ ഹോൾ സ്ക്വയർ, അതേപോലെ ഹോൾ സ്ക്വയർ. സോ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് എടുത്താൽ എന്ത് വരും? z പ്ലസ് i ഹോൾ സ്ക്വയർ എന്ന് വരും, അതേപോലെ z മൈനസ് i ഹോൾ സ്ക്വയർ എന്ന് വരും. സോ ഇവിടെയുള്ള സിംഗുലാരിറ്റീസ് i -i ആണ്, അതുപോലെ ഐയും -i എന്താണ്?
പോൾ ഓഫ് ഓർഡർ 2 ആണ്, സിമ്പിൾ പോൾ അല്ല, പോൾ ഓഫ് ഓർഡർ 2 ആണ്. സോ നമുക്ക് z = i ഈസ് എ പോൾ ഓഫ് ഓർഡർ 2 എന്ന് കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ റെസിഡ്യൂ കാണണം അല്ലേ. ഇനി സോ റെസിഡ്യൂ ബൈ ഡെഫിനിഷൻ എന്ത് വരും, റെസിഡ്യൂ ഓഫ് z = i ഇവിടെ എമ്മിന് പകരം 2 ആണല്ലേ. സോ 1/2 - 1 ഫാക്ടോറിയൽ ലിമിറ്റ് z/i, കാരണം ഐയിൽ മാത്രം റെസിഡ്യൂ കണ്ടോ, z/i ഡി ഡെറിവേറ്റീവ് ഓഫ് എമ്മിന് പകരം 2 ആണ്, 2 - 1 2 dz ഓഫ് 2 - 1 z - i ഓൾ റേസ് ടു എമ്മിന് പകരം 2 ആണ്. സോ f ഓഫ് z. സോ ഇവിടെ എന്ത് ചെയ്യും, z - i ഹോൾ സ്ക്വയറും z - i ഹോൾ സ്ക്വയറും ക്യാൻസൽ ചെയ്യും. സോ എന്ത് ചെയ്യണം, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം അല്ലേ, ഒരു തവണ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അല്ലേ കോഷ്യൻ്റ് റൂളാണ്. സോ ഡിനോമിനേറ്റർ ഇൻറ്റു ന്യൂമറേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ ഡിഫറൻഷ്യൽ ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. സോ ഇവിടെ z + i ഹോൾ സ്ക്വയർ ആണ്, അതിൻ്റെ സ്ക്വയർ എന്ന് വരും. സോ എന്ത് ചെയ്യുക, ലിമിറ്റ് z/i. സോ z-ന് i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. z-ന് i കൊടുത്തു കഴിഞ്ഞാൽ i + i ഹോൾ സ്ക്വയർ, അതേപോലെ z ഉള്ള സ്ഥലത്തൊക്കെ i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, i + i ഹോൾ സ്ക്വയർ. ഇവിടെ i + i 2i എന്ന് വരും. 2i ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -4, കാരണം 2ൻ്റെ സ്ക്വയർ 4, i സ്ക്വയർ -1. സോ -4 × 2i, അതുപോലെ മൈനസ് ഇൻറ്റു -1 പ്ലസ് 2 × 2 4i. സോ താഴെയുള്ളത് 2i ഹോൾ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ എന്നാണ്. സോ 2ൻ്റെ സ്ക്വയർ 4, iൻ്റെ സ്ക്വയർ -1, സോ ഹോൾ സ്ക്വയർ പുറത്തുണ്ട്. സോ ഇവിടെ 4 × 2 8 വരും, -8i + 4i വിച്ച് ഈസ് ഈക്വൽ ടു -4i. സോ ഹോൾ ഡിവൈഡഡ് ബൈ 16 വരും. സോ 4 16 ക്യാൻസൽ ചെയ്താൽ -i/4 റെസിഡ്യൂ വരും. സോ ദെയർഫോർ നമ്മുടെ ഇൻ്റഗ്രൽ ഈക്വൽ ടു 2πi ഇൻറ്റു റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ -i/4. സോ 4ഉം 2ഉം ക്യാൻസൽ ചെയ്ത് 2 എന്ന് വരും. സോ ഫൈനൽ ആൻസർ എന്ത് വരും, πi × i അല്ല, ഇവിടെ πi × i. i × i എന്ന് പറഞ്ഞാൽ -1 ആണ്, ഓൾറെഡി ഒരു മൈനസും ഉണ്ട്. സോ πi i × i -1 × -1, സോ പ്ലസ് എന്ന് വരും. സോ ഫൈനൽ ആൻസർ π/2 എന്ന് വരും. സോ ദാറ്റ് ഈസ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, -∞ to ∞ x² ഡിവൈഡഡ് ബൈ x² + 1 the whole square dx equal to π/2. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. -∞ to ∞ 1/x² - 3x + 2 × x² + 1 dx. സോ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഫസ്റ്റ് നമുക്ക് f of x എന്താണെന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ഹിയർ f of x ഈക്വൽ ടു, സോ f of x എന്ന് പറഞ്ഞാൽ 1/x² - 3x + 2 × x² + 1. സോ ഇവിടെ എന്ത് ചെയ്യണം, f of z കാണണം നമ്മൾ. f of z ഈക്വൽ ടു, സോ ഈക്വൽ ടു 1/z² - 3z + 2 × z² + 1 ഹോൾ സ്ക്വയർ എന്ന് വരും. സോ നമുക്കിനി എന്ത് ചെയ്യണം, f of z-ൻ്റെ സിംഗുലാരിറ്റീസ് കാണണം അല്ലേ. സിംഗുലാരിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിനോമിനേറ്റർ 0 വരുന്നത് നോക്കിയാൽ മതി ഇവിടെ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഫാക്ടറൈസ് ചെയ്യാം. -3ഉം +2 ആണ്. സോ z - 2 × z - 1 എന്ന് എഴുതാം. ഇത് z² + 1, അതിനെ z + i × z - i എന്ന് എഴുതാം. സോ ഈക്വൽ ടു 0. സോ സിംഗുലാരിറ്റീസ് വരുന്നത് 2 1i - i. സോ നമുക്കെല്ലാം ഒരു ഫാക്ടറേ ഉള്ളൂ, എല്ലാം ഒരു ഫാക്ടറേ ഉള്ളൂ. സോ 2ഉം 1ഉം -iയും +iയും എല്ലാം എന്താണ്, സിമ്പിൾ പോൾസാണ്. സോ ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, ഇതിൽ ആരൊക്കെയാണ് നമ്മുടെ സർക്കിൾ ഏതായിരുന്നു, സർക്കിൾ എന്ന് പറഞ്ഞാൽ അപ്പർ ഹാഫ് പ്ലെയിൻ അല്ലേ. നമ്മുടെ സർക്കിൾ എന്ന് പറയുന്നത് അപ്പർ ഹാഫ് പ്ലെയിൻ, മുകൾ ഭാഗം, പ്ലെയിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആരൊക്കെയാണ് മുകളിൽ വരുന്നത് നോക്കണം, ആരൊക്കെയാണ് താഴെ വരുന്നത് നോക്കണം. അതുപോലെ നമ്മൾ റിയൽ ആക്സിസിൽ ആരെങ്കിലും ഉണ്ടോ എന്നും ചെക്ക് ചെയ്യണം. സോ ഇവിടെ 2 1 - i. സോ 2 എന്ന് പറഞ്ഞാൽ ഇവിടെ വരും, 2 1, അതുപോലെ -i ഇവിടെ -i + i. സോ ഒരാൾ ഇൻസൈഡിലുണ്ട്, ഒരാൾ ഓൺ ദി റിയൽ ആക്സിസിലുണ്ട്. ഒരാളല്ല, 2 പേര് 1ഉം 2ഉം റിയൽ ആക്സിസിലുണ്ട്.
സോ നമുക്ക് എന്ത് കിട്ടും? സെഡ് ഈക്വൽ ടു ഐ അപ്പർ ഹാഫ് പ്ലെയിൻ 1ഉം 2ഉം ഓൺ ദി റിയൽ ആക്സിസ്, അതേപോലെ മൈനസ് ഐ ഔട്ട് സൈഡ്. നമുക്ക് എന്ത് വരും? 1 ബൈ ഇൻ്റഗ്രൽ ഓവർ സി 1 ബൈ സെഡ് സ്ക്വയർ പ്ലസ് 3z പ്ലസ് 2 ഹോൾ ഡിവൈഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് 1 എന്ന് പറഞ്ഞാൽ അപ്പർ ഹാഫ് പ്ലെയിൻ ഉള്ളതിനെ 2πi ഇൻറ്റു റെസിഡ്യൂ എന്ന് എഴുതും. സോ സെഡ് ഈക്വൽ ടു ഐ എന്ന് പറഞ്ഞാൽ അപ്പർ ഹാഫ് പ്ലെയിൻ ആണ്, അതിൻ്റെ റെസിഡ്യൂ കണ്ടിട്ട് 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. പിന്നെ മറ്റൊന്നതാണ് 1ഉം 2ഉം ഇവർ ഓൺ ദി റിയൽ ആക്സിസാണ്. സോ ഇവരെ റെസിഡ്യൂ കണ്ടിട്ട് πi കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ റിയൽ ആക്സിസ് ഉള്ളവരെ πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻസൈഡ് സി ഉള്ള ഐൻ്റെ റെസിഡ്യൂ കണ്ടിട്ട് 2πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യണം. നമ്മൾ സെഡ് ഈക്വൽ ടു ഐയിൽ റെസിഡ്യൂ കാണാണ്. എല്ലാം എന്താണ്? സിമ്പിൾ പോൾസാണ്. സോ ജസ്റ്റ് ലിമിറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ലിമിറ്റ് കണ്ടാൽ മതി അല്ലേ? സിമ്പിൾ പോൾസിൽ കൂടുതൽ ചെയ്യാനൊന്നുമില്ല. സോ ലിമിറ്റ് ഐയിലാണ് കാണുന്നത്. സോ ലിമിറ്റ് z ടൈംസ് ടു ഐ z മൈനസ് ഐ ഇൻറ്റു എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 1 ബൈ സെഡ് സ്ക്വയർ മൈനസ് 3z പ്ലസ് 2. നമ്മൾ സെഡ് സ്ക്വയർ പ്ലസ് 1 എങ്ങനെ എഴുതിയിരുന്നു? z പ്ലസ് ഐ ഇൻറ്റു z മൈനസ് ഐ എന്ന് എഴുതിയിരുന്നു അല്ല? ഇവിടെ ഈ z മൈനസ് ഐയും z മൈനസ് ഐയും ക്യാൻസൽ ചെയ്യും. ഇനി എന്ത് ചെയ്യാം? സെഡിൽ ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 1 ബൈ സെഡിൽ ഐ കൊടുത്താൽ ഐ സ്ക്വയർ മൈനസ് 3i പ്ലസ് 2 ഇൻറ്റു ഐ പ്ലസ് ഐ എന്ന് വരും? 2i എന്ന് വരും. ഐ പ്ലസ് ഐ ഈക്വൽ ടു 2i. സോ ഇതിന് ആഡ് ചെയ്ത് എന്ത് വരും? ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ 1 ബൈ -1 മൈനസ് 3i പ്ലസ് 2 ഇൻറ്റു 2i എന്ന് വരും. സോ നമുക്ക് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 ബൈ 2i പ്ലസ് 6 എന്ന് വരും. 1 ബൈ 2i പ്ലസ് 6. സോ നമ്മളിതിനൊരു കോംപ്ലക്സ് നമ്പർ ആക്കാൻ എന്ത് ചെയ്യും? കോംപ്ലക്സ് കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. സോ കോംപ്ലക്സ് കോൺജുഗേറ്റിന് മൾട്ടിപ്ലൈ ചെയ്താൽ 6 പ്ലസ് 2iൻ്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് വരിക 6 മൈനസ് 2i. സോ താഴെയും മുകളിലും മൾട്ടിപ്ലൈ ചെയ്തു. സോ മുകളിൽ 6 മൈനസ് 2i വരും. താഴെ a പ്ലസ് ബി ഇൻറ്റു a മൈനസ് ബി എന്ന് പറഞ്ഞാൽ 6 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ എന്ന് വരും. കാരണം ഇവിടെ ഐ സ്ക്വയർ -1 വരും, അതാണ് മൈനസ് മാറി ഇവിടെ പ്ലസ് ആയത്. സോ 6 മൈനസ് 2i ബൈ 40 വരും. ഒരു റെസിഡ്യൂ കിട്ടി, ഐൻ്റെ കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? 1ൻ്റെയും 2ൻ്റെയും കാണാനുണ്ട്. സോ 1ൻ്റെ റെസിഡ്യൂ കാണാൻ റെസിഡ്യൂ ഓഫ് എഫ് ഓഫ് സെഡ് അറ്റ് സെഡ് ഈക്വൽ ടു 1 ലിമിറ്റ് z ടൈംസ് ടു 1. ഇവിടെ 1 ആയതുകൊണ്ട് z മൈനസ് 1 ഇൻറ്റു എഫ് ഓഫ് സെഡ് 1 ബൈ നമ്മൾ z സ്ക്വയർ മൈനസ് 3z പ്ലസ് 2 എന്ത് എഴുതി? ഫാക്ടറൈസ് ചെയ്ത് എഴുതി z മൈനസ് 1 ഇൻറ്റു z മൈനസ് 2 എന്നുള്ളത്. z സ്ക്വയർ പ്ലസ് 1 അങ്ങനെ തന്നെ എഴുതി. സോ നമുക്ക് z മൈനസ് 1 z മൈനസ് 1 ഇവിടെ ക്യാൻസൽ ചെയ്യാം. z മൈനസ് 1 z മൈനസ് 1 ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് z-ന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 ബൈ താഴെ z മൈനസ് 2 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 2. z-ന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഒരു z സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് 1 വരും. സോ ആൻസർ എന്ത് വരും? 1 ബൈ 1 മൈനസ് 2 പറഞ്ഞാൽ -1, 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2 എന്ന് വരും. സോ -1/2. അടുത്ത റെസിഡ്യൂ. ഇനി അതിൻ്റെ കാണാനുള്ളത് z ഈക്വൽ ടു 2ൻ്റെ. സോ ഇവിടെ ഇതേപോലെ റെസിഡ്യൂ ഓഫ് z ഈക്വൽ ടു 2 എഫ് ഓഫ് സെഡ് ലിമിറ്റ് z ടൈംസ് ടു 2 z മൈനസ് 2 1 ബൈ z മൈനസ് 1 ഇൻറ്റു z മൈനസ് 2 z സ്ക്വയർ പ്ലസ് 1. സോ ഇവിടെ z മൈനസ് 2 z മൈനസ് 2 ക്യാൻസൽ ചെയ്യും. എന്നാൽ ലിമിറ്റ് അപ്ലൈ ചെയ്താൽ എന്തോരം? ലിമിറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 1 ബൈ z-ന് പകരം 2 വരും. സോ 2 മൈനസ് 1 z സ്ക്വയറിന് പകരം 2 സ്ക്വയർ എന്ന് വരും. 2 സ്ക്വയർ പ്ലസ് 1. സോ വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? വിച്ച് ഈസ് ഈക്വൽ ടു 1 ബൈ 2 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 1 വരും. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 1. സോ 1/5 എന്ന് വരും. 1/5. സോ നമുക്ക് 3 റെസിഡ്യൂ കിട്ടിയിട്ടുണ്ട് അല്ലേ? സോ ദർഫോർ ഫൈനൽ ആൻസർ വരുന്നത് ഇൻ്റഗ്രൽ ഓവർ സി 1 ബൈ z സ്ക്വയർ മൈനസ് 3z പ്ലസ് 2 ഇൻറ്റു z സ്ക്വയർ പ്ലസ് 1 dz ഈക്വൽ ടു 2πi ഇൻറ്റു അപ്പർ ഹാഫ് പ്ലെയിനിൽ z ഈക്വൽ ടു i ആയിരുന്നു അതിൻ്റെ റെസിഡ്യൂ പ്ലസ് റിയൽ ആക്സിൽ ഉണ്ടായിരുന്ന റെസിഡ്യൂസ് -1/2 പ്ലസ് 1/5 ആണ്. സോ അതിനെ πi കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഇവിടെ 2πi
6 മൈനസ് 2i നിന്ന് 2നെ പുറത്തേക്ക് എടുക്കാം. സോ 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. സോ ബ്രാക്കറ്റ് വരുന്നത് 3 മൈനസ് i. 6 2 പുറത്തേക്ക് എടുത്തു. 2i 2 പുറത്തേക്ക് എടുത്തു. ഡിവൈഡ് ബൈ 40 ആണ്. സോ 2ഉം 40യും ക്യാൻസൽ ചെയ്താൽ 20 വരും. ഈ 20യും ഇവിടെ ഒരു 2 ഉണ്ട്, ക്യാൻസൽ ചെയ്താൽ 10 വരും. സോ 3i ബൈ 10 വരും. 3i ബൈ 10 പ്ലസ് പൈ ഐ മൈനസ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ -5/2 ഡിവൈഡഡ് ബൈ 10 എന്ന് വരും. സോ ആൻസർ വരുന്നത് പൈ ഐ ഇൻറ്റു ഇൻറ്റു 3i മൈനസ് i ഡിവൈഡഡ് ബൈ 10 പ്ലസ് പൈ ഐ ഇൻറ്റു -3/10. സോ ദാറ്റ് ഈസ് എന്ത് വരും? നമ്മൾ ഈ പൈ ഐനെ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3πi/10 എന്ന് വരും. അതുപോലെ -iനെ മൾട്ടിപ്ലൈ ചെയ്താൽ പൈ ഐ ഇൻറ്റു i എന്ന് പറഞ്ഞാൽ പൈ ഐ സ്ക്വയർ ബൈ 10 വരും. ഓൾറെഡി -3 ഉള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് -3πi/10 വരും. സോ ഈ 3πi/10ഉം ഈ പ്ലസ് 3π/10 എന്താവും? ക്യാൻസൽ ചെയ്യും. അപ്പോൾ ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ ഇവിടെ ഒരു -1 ഓൾറെഡി ഉണ്ട് അല്ലേ? സോ അപ്പോൾ എന്തായി മാറും? പ്ലസ് ആയി മാറും. സോ ദർഫോർ നമ്മുടെ ഫൈനൽ ആൻസർ സോ ഇവിടെ π/10 ആയി മാറും. ആൻസർ π/10 ആയിട്ട് മാറും. കാരണം ഐയും ഐ സ്ക്വയറും -1 -1 പ്ലസ്. സോ നമുക്ക് എന്ത് വരും? ഫൈനൽ ആൻസർ -∞ to ∞ 1/x² - 3x + 2 × x² + 1dx = π/10. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇവാലുവേറ്റ് 0 to ∞ dx/x² + 1. നമ്മൾ പഠിച്ചിട്ടുള്ളത് മെത്തേഡ് എങ്ങനെയായിരുന്നു? -∞ to ∞ ആയിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്? 0 to ∞ ആണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഈ ക്വസ്റ്റ്യനെ -∞ to ∞ ആക്കി മാറ്റണം. സോ അതിന് വേണ്ടി ക്വസ്റ്റ്യൻ നോക്കുക. dx/x² + 1 ആണ്. സോ x² + 1 എന്നാൽ ഇസ് ഈവൻ ഫംഗ്ഷനാണത് അല്ല, ഇതൊരു ഈവൻ ഫംഗ്ഷനാണ്. കാരണം x² + 1 എന്നുള്ളത്. സോ നമ്മൾ +2 പഠിച്ചിട്ടുള്ള ഒരു റിസൾട്ട് ഉണ്ടായിരുന്നു. എന്താണ് ഈവൻ ഫംഗ്ഷൻ്റെ റിസൾട്ട്? അല്ല, റിസൾട്ട് ഇതാണ്. -a to a f(x) dx ആണെങ്കിൽ f(x) ഈവൻ ആണെങ്കിൽ എന്തെഴുതാം? 2 × 0 to a f(x) dx എന്ന് എഴുതാം. സോ ഇവിടെ നമുക്ക് എന്താ വന്നിട്ടുള്ളത്? 0 to ∞ ആണ്. സോ 0 to ∞-നെതിരെ 2നെ എങ്ങോട്ട് ചെയ്യണം? ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡ് കൊണ്ടുവരണം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെ മാറും? 0 to ∞ dx/x² + 1നെ 1/2 × -∞ to ∞ dx/x² + 1. സോ നമുക്ക് -∞ to ∞ എത്തിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിതിന് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മെത്തേഡ് യൂസ് ചെയ്യാം. സോ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തു. പിന്നെ അപ്പോൾ f(x) എന്ത് വരും? 1/x² + 1. f(z) എന്ന് പറഞ്ഞാൽ എക്സിന് z സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 1/z² + 1 വരും. ഇത് നമ്മളെങ്ങനെ എഴുതും? 1/z + i × z - i എന്ന് എഴുതും. സോ നമ്മൾ എന്ത് ചെയ്യണം? സിംഗുലാരിറ്റി കാണില്ല. ഇവിടെ സിംഗുലാരിറ്റീസ് ഏതൊക്കെ വരിക? -iയും +iയും അല്ല, സിംഗുലാരിറ്റീസ് വരിക -iയും +iയും. എല്ലാം സിമ്പിൾ പോൾസാണ്, കാരണം ഇതിൻ്റെയൊക്കെ പവർ 1 ആണ്. സോ സിമ്പിൾ പോൾസ് വേണം. സോ ഇനി നോക്കേണ്ടത് എന്താണ്? ആരാണ് അപ്പർ ഹാഫ് പ്ലെയിനിൽ വരുന്നത്, ആരാണ് ലോവർ ഹാഫ് പ്ലെയിനിൽ വരുന്നത്? സോ ഇവിടെ മുകളിൽ നമുക്ക് ഒരുപാട് തവണ ചെയ്ത ക്വസ്റ്റ്യൻ അങ്ങനത്തെ ഈ പോയിൻ്റ് നമ്മൾ നോക്കിയിട്ടുണ്ട്. -i താഴെ വരും, +i എന്നുള്ളത് മുകളിൽ വരും. സോ ഇൻസൈഡിൽ വരുന്നത് z = i ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? z = iൻ്റെ റെസിഡ്യൂ കാണണം. സോ ആൻസർ വരിക ഈ ഇൻ്റഗ്രൽ ഓവർ c 1/z² + 1 dz എന്ന് പറഞ്ഞാൽ 2πi × റെസിഡ്യൂ ഓഫ് z = i ആണ് കാണേണ്ടത്. സോ നമുക്ക് എന്ത് ചെയ്യണം? റെസിഡ്യൂ കാണണം അല്ലേ? സോ റെസിഡ്യൂ ഓഫ് f(z) at z = i. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? സിമ്പിൾ പോളാന്നുള്ളത് അല്ലേ? സിമ്പിൾ പോളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് z → i z - i ഇൻറ്റു f(z) എങ്ങനെ എഴുതിയിരുന്നു? z + i × z - i. സോ ഇവിടെ z - i ക്യാൻസൽ ചെയ്യും. അല്ല, നമുക്കതിന് i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എന്ത് വരും? i സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/i + i എന്ന് വരും. ലിമിറ്റ് അപ്ലൈ ചെയ്താൽ z i വരും, i + i. സോ 1/2i എന്ന് വരും.
ഇനി മറ്റൊരു രീതിയിൽ വേണമെങ്കിലും റെസിഡ്യൂ കാണാം കേട്ടോ. മറ്റൊരു രീതിയിൽ എങ്ങനെ കാണാം? മറ്റൊരു രീതിയിൽ കാണാം? ഇത് നമ്മുടെ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ 1/z² + 1 ആണ് അല്ലേ. സോ ഇത് P/Q ഫോർമുല. എന്ത് ചെയ്താൽ മതി? പി എന്ന് പറഞ്ഞാൽ 1 ആണ്, നോട്ട് പി ഓഫ് ഐ 0 അല്ല. അതേപോലെ Q' എന്ന് പറഞ്ഞാൽ 2z വരും അല്ലേ. Q' 2z വരും. സോ എന്നിട്ട് സെഡിന് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. P/Q ഫോമിൽ എന്ന് പറഞ്ഞാൽ P/Q' എന്ന രീതിയിലും ചെയ്യാം. അപ്പോഴും റെസിഡ്യൂ 1/2i തന്നെ വരും. സോ നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ആൻസർ 2πi/1/2i എന്ന് വരും. 2iയും ഈ ഐയും 2ഉം ക്യാൻസലാവും. സോ ആൻസർ പൈ എന്ന് വരും. സോ ചിന്തിക്കണം, നമ്മൾ ഫൈനൽ ആൻസർ ആയിട്ടില്ല. നമ്മൾ ഫൈനൽ ആൻസർ എന്തായിരുന്നു? ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 1/2 ഇൻ്റഗ്രൽ ഓവർ സി 1/z² + 1 dz എന്ത് വരും? 1/2 × π എന്ന് വരും. സോ ദർഫോർ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 0 to infinity dx/x² + 1 എന്ന് പറയുന്നത് ആൻസർ എന്ത് വരും? π/2 അല്ലേ. π/2 ആൻസർ വരും. നമ്മൾ ചെയ്ത എല്ലാ ക്വസ്റ്റ്യനും നോക്കി നോക്കൂ, എല്ലാം ആൻസർ റിയൽ വാല്യൂസ് ആയിരിക്കും. ഒന്നിലും എന്തുണ്ടാവില്ല? ഐ എന്നുള്ള ടേം ഉണ്ടായിരിക്കില്ല. കാരണം ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്? റിയൽ ആണ്. എല്ലാം എക്സിലാണ് ക്വസ്റ്റ്യൻ. എല്ലാം റിയൽ പാർട്ട്, റിയൽ മാത്രമേ ഉള്ളൂ. സോ ആൻസറും റിയൽ ആയിരിക്കും. സോ നിങ്ങൾ ചെയ്തു വരുമ്പോൾ ആൻസറിൽ ഐ എന്ന് വരാൻ പാടില്ല. വന്നിട്ടുണ്ടെങ്കിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ള മീനിങ് കേട്ടോ. നമ്മൾ ആൻസർ ക്വസ്റ്റ്യൻ റിയൽ ആയതുകൊണ്ട് ആൻസറും റിയൽ ആയിരിക്കും. ഓക്കെ, ഈ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ.